ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ അഞ്ജു ആണെങ്കിലോ ഹരിതയുടെ കണ്ണ് വെട്ടിച്ച് തന്നെ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹരിതയുടെ മുന്നിലേക്ക് എത്തപ്പെടാനും പറ്റുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഹരിത പറയുന്നുണ്ട്, നീ MGK മീഡിയയുടെ ആളല്ലടി, എന്തിനാടി നീ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ഇനി എന്ത് ന്യൂസാടി നിനക്കൊക്കെ പിടിക്കാനുള്ളതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ഞാനൊന്നും വന്നതല്ല എന്ന് പറയുന്നു. പക്ഷേ അടിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഹരിത. ആ സമയത്ത് രാഹുലും അതുപോലെ ഷാർമിളയും അവിടേക്ക് ഓടിയെത്തുന്നുണ്ട് കേട്ടോ. ഹരിതയോട് വിടാനായിട്ട് പറയുന്നുണ്ട്. ഞാൻ വിടില്ല, എൻ്റെ അങ്കിളിനെ തകർത്ത് ഇവരുടെ മീഡിയ ചാനൽ ഉണ്ടല്ലോ, ഞാനത് പൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നമ്മുടെ ശത്രുവാണ് രാഹുൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മര്യാദയ്ക്ക് നിന്നോ എന്ന് പറയുന്നുണ്ട്. ഇനി രാഹുൽ വിക്രമാണ്, ഇനി ഞാനാണ് ഈ കുടുംബം ഭരിക്കുന്നത്. നിൻ്റെ അങ്കിൾ എന്ന് പറയുന്നത് അത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അത്ര വിഷമം നിനക്കുണ്ടാവില്ല, കാരണം നീ ബ്ലഡ് റിലേഷനും കൂടി നിനക്കില്ല. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് നിന്നോ, നിൻ്റെ ഈ ഒരു കഴുതക്കണ്ണീരൊന്നും ഇവിടെ നടക്കില്ല. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ് നിന്നിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ നിനക്ക് പടി ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് തള്ളി വിടുന്നു കേട്ടോ. ആ സമയത്ത് രാഹുൽ, നിനക്കിതൊന്നും മനസ്സിലായിട്ടില്ല, ഇവൾ നമ്മുടെ ശത്രുവാണ്. ശത്രുവാണോ മിത്രമാണോ നീ അന്വേഷിക്കേണ്ട. ഇനി മേലാൽ ഈ കാര്യത്തിൽ നീ ഒരൊറ്റ ശബ്ദം ഉയർത്തരുതെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഷാർമിള പറയുന്നുണ്ട്, മോളെ, പെണ്ണുങ്ങൾക്ക് ഇത്ര അധികാരമുള്ളൂ, ആണുങ്ങൾക്ക് അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അതനുസരിച്ച് നിന്നല്ലേ പറ്റുള്ളൂ, മോള് വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ദേഷ്യത്തോടുകൂടി ഹരിത അകത്തേക്ക് കയറി പോകുന്നു. ആ സമയം നിങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ പോയിക്കോ അഞ്ചു മോളെ എന്ന് പറഞ്ഞിട്ട് ഷാർമിളയും പോകുന്നുണ്ട്. രാഹുലിനോട് ഞാൻ പ്രതീക്ഷിച്ചതും ഞാൻ ആഗ്രഹിച്ചതും ആയിട്ടുള്ള എൻ്റെ ഭർത്താവായിട്ടുള്ള രാഹുൽ ഇതാണ്, ഇങ്ങനെ തന്നെ വേണം, എനിക്കിനി സമാധാനമായെന്ന് പറഞ്ഞിട്ട് അഞ്ചു മടങ്ങി പോകുന്നു കേട്ടോ. അങ്ങനെ അങ്കിത് തിരിച്ചു പോകാനായിട്ട് നിൽക്കുന്നു കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു MGK മീഡിയയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. നാളെയോ മറ്റന്നാളോ ആയിട്ട് ഞാൻ ശിവയോട് ഓഫീസിലേക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് അടുത്ത ആഴ്ച തന്നെ ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തൻ്റെ പ്ലാൻ എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേനും, തനിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തൂടെ എന്ന് ചോദിക്കുക കേട്ടോ വിവേകിനോട്. തൻ്റെ അമ്മയ്ക്കുണ്ടല്ലോ, അമ്മയ്ക്കുണ്ടാവുമായിരിക്കും, പക്ഷേ എനിക്ക് വേണ്ട, എനിക്ക് മീഡിയക്കാരെന്ന് പറയാൻ തന്നെ എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ എന്താ നിൻ്റെ പ്ലാൻ? ഞാനൊരു കാര്യം കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് തൻ്റെ ഇഷ്ടം, എന്തായാലും ഞാൻ എന്തായാലും പോട്ടെ, ഇനി നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അങ്കിത പോകുന്നു കേട്ടോ. ആ സമയത്ത് അഭി അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വിവേകിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആരാണ്? ഈ ചുള്ളൻ ചെക്കനാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടാണ് അങ്കിത്, USA ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വിവേക് ചേട്ടൻ ആളൊരു പുലിയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടും ഒരു പുലി തന്നെയായിരിക്കില്ലേ? പിന്നെ ഒരു കാര്യം വിവേകേട്ടാ, ഇന്ന് നമുക്കൊരു പാർട്ടി വെക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ വിക്രം സാറിനെ അറസ്റ്റ് ചെയ്ത ദിവസമല്ലേ, അതുകൊണ്ട് തന്നെ ഇന്നൊരു പാർട്ടി വെക്കണം, നല്ല ആഗ്രഹമുണ്ട്. അതെല്ലാവരുമായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കും വേണം. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചേട്ടൻ്റെ ഒരു പാട്ടും വേണമെന്ന് പറയുന്നുണ്ട്. ഞാനോ, കോളേജിൽ വലിയ ഹീറോ ആയിരുന്നല്ലോ ചേട്ടൻ എന്നൊക്കെ ആൻറ്റി പറഞ്ഞിട്ട് എനിക്കറിയാം. ഒരു ഗിറ്റാർ അവിടെ ഉണ്ടെന്നും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ഒരു പാട്ട് നിർബന്ധമാണ്, പാട്ടില്ലാതെ എങ്ങനെയാണോ? ആ, തനിക്ക് വട്ടാടോ, ഞാനൊന്നും ഇതിന് നിൽക്കുന്നില്ല, എന്തായാലും വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സില്ലാ മനസ്സോടു കൂടി തന്നെ വിവേക് മൂളുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ പാർട്ടീൻ്റെ കാര്യം പറയാനായിട്ട് ശിവയോടും അഞ്ജുവിനോടും ഹർഷയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. വൈകിട്ടൊരു ഗംഭീര പാർട്ടിയുണ്ട്, എന്താണെന്ന് വെച്ചാൽ വിക്രമിനെ ഇന്ന് അറസ്റ്റ് ചെയ്തില്ലേ, ഇതിൽ കൂടുതൽ സന്തോഷം നമുക്ക് എങ്ങോട്ടാണുള്ളതെന്ന് പറയുന്നു. ഈ സമയത്ത് തന്നെ ഇത് വിഷമമുള്ളത് അഞ്ജുവിനാണ്, കാരണം രാഹുലിന് ഒരുപാട് വിഷമമാണ് തൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന്. പക്ഷെ വർഷേൻ പറയുന്നുണ്ട്, അത് വേണ്ടടോ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ചൊല്ലി വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഷാർമിളാമ്മയൊക്കെ ആണെങ്കിലോ എന്ന് പറയുന്നത്. അമ്മയാണ് നമുക്ക് ഇവിടെ ഈ ന്യൂസെല്ലാം എത്തിച്ചു തന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ അവർക്ക് എങ്ങനെ വിഷമമുണ്ടാവുക, എങ്ങനെയെങ്കിലും അവരുടെ പതനം അതായിരിക്കില്ലേ അവരുടെ ലക്ഷ്യം എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എന്തായാലും ഹരിതയ്ക്കൊരു തകർച്ച തന്നെയാണ്, നമുക്കിത് ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് ശിവയും അഭിയോടെയും പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ അഞ്ജുവിനോട് വർഷ പറയുന്നുണ്ട്, തൻ്റെ വിഷമം രാഹുൽ ചേട്ടനെ ഓർത്തിട്ടല്ലേ, പക്ഷേ ഇതൊന്നും ആരും അറിയണ്ട, നമുക്ക് എന്തായാലും പോയി റെഡി ആവാമെന്ന് പറയുന്നു. അങ്ങനെ എന്തായാലും പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ തയ്യാറായി. അങ്ങനെ നൈറ്റിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മല്ലിക. അങ്ങനെ അക്ക ഇതൊന്നൊരു പീസ് എനിക്ക് തരുമെന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഈ അഭിപ്പാപ്പാൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഫുഡ് കഴിക്കുമ്പോൾ വിവേക് പറയുന്നുണ്ട്, ഫംഗ്ഷൻ തരുന്നതിന് മുന്നേ ഇതൊന്ന് തീർക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, എന്നാൽ പിന്നെ ബാക്കിയുള്ളവരുടെ തുടങ്ങാൻ നമുക്ക് പരിപാടി. എന്തായാലും ഞാൻ പോയി വിളിക്കുന്നില്ല, ഇവിടുന്ന് അനൗൺസ് ചെയ്യും, എല്ലാവരും ഇങ്ങോട്ട് എത്തുമെന്ന് പറയുന്നു. അങ്ങനെ വസുന്ധരയെ അനൗൺസ് ചെയ്ത് എത്തിക്കുന്നു, അതുപോലെ ബാക്കിയുള്ളവരെയും സ്വയം തന്നെ പുകഴ്ത്തിയിട്ടൊന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അബിയെക്കുറിച്ച് തന്നെ വലിയ വക്കീലാണെന്നൊക്കെ പറഞ്ഞിട്ട്
അതിനുശേഷം തന്നെ എല്ലാവർക്കും രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ശിവയോട് സംസാരിക്കാനായിട്ട് പറയുന്നു. ശിവയാണെങ്കിലോ തനിക്ക് നല്ലൊരു അനുഭവമാണ്. കാരണം തൻ്റെ അച്ഛൻ്റെയും കൂടി ആഗ്രഹമായിരുന്നു അയാൾ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അത് എന്നിലൂടെ അച്ഛൻ സാധിച്ചെടുത്തു. അതിന് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വസുന്ധര ആൻറ്റിയും പറയുന്നുണ്ട്. അപ്പോഴത്തേനും വിവേക് പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ എത്ര പുരുഷന്മാരോട് ഇത്ര വിരോധം? എല്ലാ പുരുഷന്മാരും ഒരേപോലെ ആവുമോ? അതിന് നിന്നോടാരാ പറഞ്ഞ എല്ലാവരെയും ഒരേപോലെ എനിക്ക് ദേഷ്യം എന്നുള്ളത്? എനിക്ക് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുവാൻ അറിയാം, അല്ലാത്തവർ അങ്ങനെയും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ എന്തായാലും പാർട്ടി തുടങ്ങാം, വിവേകേട്ടൻ്റെ ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് അത് ശരിയാ, മോൻ പാടിക്കും. അങ്ങനെ ഗിറ്റാർ എടുത്തിട്ട് വരുന്നുണ്ട് അബി. അതിനുശേഷം തന്നെ വർഷ പറയുന്നുണ്ട്, ഏത് കഴുതയും ഒന്ന് മൂളിപ്പാട്ട് പാടുമല്ലോ, അങ്ങനെ തന്നെ പാടിക്കോളാൻ പറയുന്നുണ്ട് കേട്ടോ. വിവേക് നിൻ്റെ പാട്ട് കേട്ടിട്ട് കുറേ കാലമായല്ലോടാ, പാടടാ എന്ന് അമ്മയും പറയുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് ഒരു സോങ്ങൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അവിടെ തന്നെ വർഷയും അതുപോലെ വിവേകും തമ്മിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ വർഷയ്ക്കും അറിയാതെ തന്നെ വിവേകിലേക്ക് ജയിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നത്, കാരണം ഇഷ്ടപ്പെടുന്നത് പോലെ. അങ്ങനെ വിവേകാണെങ്കിൽ തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് പാടുന്നത് എന്ന രീതിയിലൊക്കെ പറയുന്നുമുണ്ട്. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്കിനി ഫുഡ് കഴിക്കാമെന്ന് പറയുന്നു. പിന്നീട് ശിവയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. അത് മറ്റാരൊന്നുമല്ല, വസുന്ധര നമ്മുടെ ശാർമിള തന്നെയാണ്. ആ സമയത്ത് ശിവ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മോളെ നിൻ്റെ അമ്മയാണ്, പോയി എടുക്കുമെന്ന് പറയുന്നുണ്ട്. അമ്മേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അപ്പോൾ ശാർമിള പൊട്ടിക്കരയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ശിവയും പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വസുന്ധര അങ്ങോട്ട് വരുന്നുണ്ട്. മോൾക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. ശിവയുടെ അമ്മയും കരയാണോ? ശിവയും കരയാണ്. എത്രയും പെട്ടെന്ന് ശിവയെ വന്നൊന്ന് കാണണം. എന്തായാലും എൻ്റെ മകളെ സംരക്ഷിച്ചല്ലോ, അതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് ശാർമിളയും പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നന്ദി പറയേണ്ടത് നിങ്ങളുടെ രണ്ടാമത്തെ മകളായിട്ടുള്ള വർഷയോടാണെന്ന് പറയുന്നു. ഇനി സംസാരിച്ചാൽ മാത്രം പോരാ, പെട്ടെന്ന് തന്നെ കാണുകയും വേണമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ ഇനി മോള് അമ്മയും കൂട്ടിയിട്ട് സംസാരിക്കുകയൊക്കെ വേണം. അപ്പോഴത്തേനും അഭി പറയുന്നുണ്ട്, അടുത്ത പാർട്ടിക്ക് ആയി സമയം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവയും അമ്മയും ഒന്നാവുന്ന നിമിഷം നമുക്കൊരു പാർട്ടി നടത്തണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ മല്ലികാക്ക പറയുന്നുണ്ട്, ഈ ഫംഗ്ഷൻ ആര് സ്പോൺസർ ചെയ്യും അഭിപ്പാപ്പാന്ന് ചോദിക്കുമ്പോൾ അത് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ മല്ലികാക്ക തന്നെയാണെന്ന് പറഞ്ഞിട്ട് കൈ പൊക്കുന്നത് കേട്ടോ. ആ സമയത്ത് തന്നെ അയ്യോ ഞാനോ, പിന്നെ അല്ലാണ്ട് ഇത് തന്നെയാണെന്ന് പറയുന്നു. അങ്ങനെ ശാർമിള രാഹുലിനോടായിട്ട് സംസാരിക്കുന്നുണ്ട്. രാഹുലോ, മോൾ എന്നെ വിളിച്ചു ശിവ, അവൾക്ക് ഒരുപാട് സന്തോഷമായി. അവൾ ഇപ്പം എന്നെ അമ്മയെന്ന് വിളിച്ചു. മരിക്കുന്നതിന് മുന്നേ എനിക്കത് വിളിയൊന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ്, അതായത് അവളുടെ അച്ഛൻ, എന്നെ മരിക്കുന്നവരെ കാത്തു നിന്നു. എന്നോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു അയാൾക്കും. അതുപോലെ തന്നെ സ്വഭാവമുള്ള ഒരാളാണ് നമ്മുടെ ശിവമോളും. അതുകൊണ്ടാണ് അച്ഛൻ അറസ്റ്റ് ചെയ്താൽ അവൾ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്നല്ലേ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ, അത് അവൾ വാക്ക് പാലിക്കില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. രാഹുലിന് ഒരു വിഷമമുണ്ടെങ്കിൽ പോലും ആൻറ്റിയുടെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ രാഹുലിന് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു സമാധാനമായിരിക്കുകയാണ്. പക്ഷേ വൈകാതെ തന്നെ ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.